ഡാഡിയുടെയും മമ്മിയുടെയും നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇനി അവരുടെ ചെറിയ കുസൃതികളും തമാശകളും നമുക്കൊന്ന് കാണാം. ശബ്ദം മാനവ് ബേബി ശബ്ദം പോവ് എന്നും എന്നും ബീ 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 കളിവീട്ടിൽ നാം എത്തും പലകറി വെച്ച് രസിക്കും ഡാഡി മമ്മി കാണാതെ ബേബി നമ്മൾ ഒളിക്കും ആഘോഷിക്കാൻ ഞങ്ങൾ ആടിപ്പാടാൻ ഞങ്ങൾ നിങ്ങൾ കൂട്ടായി നാം ഒന്നായി രസിക്കാം കളിവീട്ടിൽ നാം എത്തും പലകറി വെച്ച് രസിക്കും ഡാഡി മമ്മി കാണാതെ ബേബി നമ്മൾ ഒളിക്കും. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങൾ ഒളിച്ചും പാത്തും കളിക്കാൻ അറിയാം. ഇവിടെ മിനുവും അപ്പും ഒളിച്ചും പാത്തും കളിക്കാൻ പോവാണ്. നമുക്കൊന്ന് കണ്ടാലോ? ഹായ് ഡാൻസി. മീനും അപ്പവും ഒളിച്ചും പാത്തും കളിക്കുകയാണ്. ഇനി അപ്പുവിന്റെ അവസരമാണ് ഒളിക്കാൻ. മീനു എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം. 1 2 3 4 5 6 7 8 9 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു എവിടെയാണ് ഒളിച്ചതെന്ന് ഇനി മീനു കണ്ടുപിടിക്കണം. കണ്ണേ. മീനു അപ്പുവിനെ കണ്ടുപിടിച്ചു. അപ്പോ ഞാൻ നിന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി മീനുവിന്റെ അവസരമാണ് ഒളിക്കാൻ. ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ. 1 2 3 4 5 6 7 8 9 10. ശരി അപ്പു, കണ്ണു തുറന്നോളൂ. മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം. മീനു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിട്ടില്ല. അപ്പോ നീ മുകളിൽ നോക്ക്. മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ. അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? മീനു കർട്ടന്റെ അടിയിലുമില്ല. മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ. ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും? മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അപ്പു കണ്ടുപിടിച്ചു. നമുക്ക് അപ്പുവിനും ഒരവസരം കൊടുക്കാം. ഇപ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1 2 3 4 അയ്യോ കഷ്ടം, മീനു അപ്പുവിനെ കണ്ടുപിടിക്കും. 7 അപ്പു ഇങ്ങോട്ട് വാ. 9 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു ഇവിടെ ഇല്ലല്ലോ. അപ്പു എപ്പോഴും ടേബിളിന്റെ അടിയിലല്ലോ ഒളിക്കാൻ.
മീനു നീ മുകളിൽ നോക്കുന്നുണ്ടോ? എനിക്കറിയാം അവൻ എവിടെയാന്ന്. ആ toy box ൽ ഉണ്ടാവും. അപ്പു ടോയ് ബോക്സിലും ഇല്ല. അവൻ എവിടെയായിരിക്കും? മീനുവിന് അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പു എവിടെയാന്ന് കണ്ടെത്താനായില്ല ഡാഡി. ഓ, അവൻ എവിടെയായിരിക്കും? അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട്. അപ്പു, നിന്നെ ഞാൻ കണ്ടേ. ഓ, അത് ഒളിക്കാൻ നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പു മുഴുവൻ സമയവും ഡാഡിയുടെ പേപ്പറിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കൂട്ടുകാരെ, മീനുവും അപ്പും ഒളിച്ചും പാത്തും കളിച്ചത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഡാഡിക്കും മാമിക്കും കുറെ പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കിട്ടി. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. Musical instruments. ഡാഡി ബിയും മമ്മി ബിയും വീട് വൃത്തിയാക്കിയായിരുന്നു. മമ്മി ബിയും ഞാനും ഈ വീട് വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ ബോക്സ് കിട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ പെട്ടിയിൽ എന്താണെന്ന്? ഇല്ല. ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ, ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു. ഇതാണ് വയലിൻ. ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു. മമ്മി, വയലിൻ ഒന്ന് വായിക്കാമോ? കുറെ നാളായി ഞാനിത് വായിച്ചിട്ട്. പ്ലീസ് മമ്മി, ഒന്ന് വായിച്ചാ. ഞാൻ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്കിതാ വായിക്കാൻ. മീനു, ഇത് ഇങ്ങനെ പിടിക്കണം. ഓ ഡിയർ, നീ വായിച്ചത് നന്നായില്ലല്ലോ. അപ്പുവിനും വയലിൻ വായിക്കണമെന്ന് തോന്നി. ഇതെങ്ങനെ പിടിക്കണം? അയ്യോ, ഇത് ശരിയായില്ലല്ലോ. വയലിൻ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ? മീനു, നീ ഈ ഡ്രം ഒന്ന് വായിച്ചു നോക്കിയേ. താങ്ക് യു ഡാഡി. ഇത് പിന്നെയും ഭേദമാണ്. നന്നായിട്ടുണ്ട്. അതെ, ആ ശബ്ദം മനോഹരമായിരിക്കുന്നു. ഇത് ഡാഡി ബിയുടെ പഴയ അക്വേഡേനാ. ഞാനിത് വായിച്ചിരുന്നത് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഓ ഡാഡി ബി, ഞാനിപ്പോ അതൊക്കെ ഓർത്തു പോവുകയാ. മീനുവിന് ഡ്രംസ് വളരെയധികം ഇഷ്ടമായി. ഹോ, 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 ഹോ. അപ്പുവിനും അക്കോഡിയം വായിക്കാൻ തോന്നി. നിനക്കിത് വായിക്കാൻ കഴിയില്ല അപ്പു, കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ അക്കോർഡിയം വായിക്കാൻ എന്റെ ഡ്രംസിനേക്കാളും പാടാ. ശരി അപ്പു, നീ ഒന്ന് നോക്ക്. അക്കോഡിയം വായിക്കാൻ മാത്രം അപ്പു അത്ര വലുതല്ല. ഡാഡി, ഇനി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഈ പെട്ടിയിലുണ്ട്? ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വായിച്ചത് ശരിയായില്ല. ഇത് സാരമല്ല ഡാഡി. ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത് ഒട്ടും ശരിയായില്ലല്ലോ. ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. ഇതും ശരിയായില്ല. മീനു പറഞ്ഞത് ശരിയാ, ഇത് അത്ര എളുപ്പമല്ല വായിക്കാൻ. വിഷമിക്കേണ്ട ഡാഡി ബി, നിങ്ങൾ അതിമനോഹരമായി അക്കോർഡിയൻ വായിക്കുമല്ലോ. ഓക്കെ, ഞാൻ നല്ലതുപോലെ അക്കോർഡിയൻ വായിക്കാം. ഞാൻ എൻ്റെ വയലിൻ വായിക്കാം. ഞാൻ ഡ്രംസും വായിക്കാം. മമ്മി ബി വയലിൻ വായിച്ചു, ഡാഡി ബി അക്കോഡിയം വായിച്ചു, പിന്നെ മീനു ബി ഡ്രംസും വായിച്ചു. പക്ഷേ അപ്പു എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും? അപ്പു പോയി ഹോൺ വായിച്ചു. ഡാഡിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, മമ്മിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എനിക്കും വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് അപ്പൂന് വായിക്കാം.